ഇരുട്ടിലെ താലി ഭാഗം 5. ഇത് ഈ ഒരു സ്റ്റോറിയുടെ അവസാന ഭാഗമാണ്. എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. സമയം ഒരുപാട് വൈകിയിരുന്നു. ഞാൻ കണ്ണു തുറന്ന് റാമിനെ നോക്കുന്ന സമയത്ത് റാം എൻ്റെ മുഖത്തേക്ക് ഉറങ്ങി വീഴാറായതുപോലെ. അതെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഉറങ്ങണ്ടേ? ഞാൻ അയാളുടെ മടിയിൽ കിടന്നുകൊണ്ട് അത് ചോദിക്കുന്ന സമയത്ത് തന്നെ റാം പെട്ടെന്ന് ഞെട്ടിയതുപോലെ കണ്ണുകൾ തുറന്നു. ആ സമയം അയാൾ എൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കൊന്ന് നോക്കി. മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ഏർമാടത്തിന് താഴെ വയലാണ്. അതിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം പതുക്കെ പതുക്കെ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാനത് റാമിന്റെ മടിയിൽ കിടന്ന് തന്നെ കാണുമ്പോൾ അയാളുടെ കുഞ്ഞു വിരൽ മാത്രം മെല്ലെ മെല്ലെ എൻ്റെ ചെവിയിൽ ഒന്ന് തൊട്ട് തലോടി. ആ നിമിഷം ഒരു തണുത്ത കാറ്റ് ഏർമാടത്തിനുള്ളിലേക്ക് ആഞ്ഞടിച്ചു. ഒരു നിമിഷത്തെ കുളിരിൽ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ആ വിരലുകൾ പതുക്കെ പതുക്കെ എൻ്റെ മുടിയിണകളെ വേർതിരിച്ചു തുടങ്ങിയിരുന്നു. അകാല നരയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ യൗവനത്തിലെ വാർദ്ധക്യത്തിൽ ഒരു മുടിനാര് മാത്രം റാം മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ അതിൽ നിന്നും വേർതിരിച്ചെടുത്തു. ആ ഒരു നരമുടിയെ റാം എനിക്ക് കാണിച്ചു തരുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു കളിയാക്കലിന്റെ പുഞ്ചിരി ഞാൻ കണ്ടു. ഞാൻ ആ ഒരു നിമിഷം റാമിന്റെ കയ്യിൽ ഒരു ചെറിയ നുള്ളു വെച്ചു കൊടുത്തു. ഒരു നിമിഷം റാമിന്റെ ചെറുവിരൽ എൻ്റെ അതരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് മൂക്കിന് താഴെ മറ്റാർക്കും എളുപ്പം കാണാൻ സാധിക്കാത്ത എൻ്റെ സൂക്ഷ്മ രോമങ്ങളിലേക്ക് വരുമ്പോൾ മെല്ലെ മെല്ലെ ആ വിരലിൽ ഞാൻ അറിയാതെ കടിച്ചുപോയി. ആ ഒരു വേദനയിൽ റാം മടിയിൽ കിടന്ന് എന്നെ പൊക്കിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് കൊണ്ടുപോയി ഇട്ടു. വെറുതെ പുറത്ത് കിടന്ന് തണുപ്പടിക്കണ്ട, ഇതിനുള്ളിൽ സൗകര്യം കുറവായിരിക്കും, ഇവിടെ കിടന്നോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ റാമിനെ ഒന്ന് നോക്കി. അപ്പോ ഇയാളെങ്ങോട്ടാ? വല്ല പാടത്തും കൊയ്ത്തിന് പോവാണോ? ഞാനിവിടെ പുറത്തിരുന്നോളാം, അകത്ത് സ്പേസ് കുറവാണ്. അത് കുഴപ്പമില്ല, ദേ ഇവിടെ കിടന്നു, വെറുതെ പുറത്തു പോയി ഇനി പനിയൊന്നും പിടിച്ചു വെക്കണ്ട. ഞാനത് പറയുന്ന സമയത്ത് റാം എന്നെ ഒന്ന് തുറച്ചു നോക്കി. അതെ, താൻ തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് തന്നെ മനസ്സിലാക്കണം, ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല, മനസ്സെന്തോ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇപ്പോൾ പെട്ടെന്നാണല്ലോ എല്ലാം ചേഞ്ചസ് ആയത്. റാം അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാലോചിച്ചു. ആ പറയുന്നത് ശരിയാണ്. ഞാൻ എന്തൊക്കെ ഡയലോഗായിരുന്നു ആ ഒരു സമയത്ത് റാമിനോട് പറഞ്ഞത്. എന്നാലും മറ്റാരോടും ഇതുവരെ പോലും ഒരടുപ്പം കാണിച്ചിട്ടില്ലാത്ത ഞാൻ എങ്ങനെ റാമിനോട് മാത്രം ഇത്രയും അടുത്തു എന്നൊരു നിമിഷം ചിന്തിച്ചു. മനുഷ്യർ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ചില അതിരുകൾ സൃഷ്ടിക്കും. എന്നാൽ ഒരു ദിവസം ആ അതിരുകളെല്ലാം നമ്മൾ പോലും അറിയാതെ മുറിഞ്ഞു പോകും. ഞാൻ ഒരു ചമ്മലോടെ റാമിനെ ഒന്ന് നോക്കി. ആ നിമിഷം അറിയാതെ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചു. എന്താണ്, തനിക്ക് ഭ്രാന്തായതാണോ? ചുമ്മാ ആലോചിച്ചാലോചിച്ച്. ഏ, ഒന്നുമില്ല. ഞാൻ എത്ര പെട്ടെന്നാണല്ലേ മാറിയത്. ഉവ്വ ഉവ്വ, ഞാനേതായാലും പുറത്തിരുന്നോളാം. റാം അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനും റാമിനൊപ്പം പുറത്തേക്കിറങ്ങി. എന്നാൽ ഞാനും ഇവിടെ തന്നെ ഇരുന്നോളാം. എനിക്ക് മാത്രം അങ്ങനെ ദൈവം ക്ഷീണവും ദാഹവും ഒന്നും തന്നിട്ടില്ലല്ലോ. എടോ, താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, വെറുതെ ഇവിടെ നിന്ന് പനി പിടിപ്പിക്കാൻ നോക്കണ്ട. അതെന്താ റാം ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? എന്നെ ഒഴിവാക്കാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനത് പറയുന്ന സമയത്ത് റാം എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. ശേഷം ആ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ റാം അത് പറഞ്ഞു. എടോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തന്നെ എന്ന്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഏ, ഒന്നുമില്ല. റാമിങ്ങനെ പറയുമ്പോൾ എനിക്കെന്തോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ആണോ? എന്നാ വാ, നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞ് റാം അകത്തേക്ക് വന്നു. അത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഒരു സന്തോഷം തന്നെയായിരുന്നു. ഞാൻ കട്ടിലിൻ്റെ അറ്റത്തേക്ക് നീങ്ങി കിടക്കുന്ന സമയത്ത് റാം മറ്റൊരറ്റത്തേക്ക് നീങ്ങി കിടന്നു. കട്ടിലിൻ്റെ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങാനായി കണ്ണടയ്ക്കുന്ന റാമിനെ കണ്ണടയ്ക്കാതെ ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. എപ്പോഴോ ആ ഒരു നിമിഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും അറിയാതെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് റാമിന്റെ മൂക്കിന്റെ തുമ്പ് എൻ്റെ താടിയലിൽ ചെറുതായി ഒന്ന് തൊട്ട് തലോടിയിരുന്നു. ഞാൻ ആ കവിളിൽ എൻ്റെ രണ്ട് വിരൽ കൊണ്ട് ഒരു ചിത്രം വരച്ചു. അതിൽ രണ്ട് മുയൽക്കുട്ടികളുടെ ചിത്രമായിരുന്നു എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ഒടുവിൽ വരച്ച് വരച്ച് ഒരു പുലിക്കുട്ടിയുടെ ചിത്രത്തിലേക്ക് എൻ്റെ വിരലുകൾ ചലിപ്പിക്കുന്ന സമയത്ത് റാം ഒരു കുഞ്ഞു കുട്ടി കണ്ണു തുറക്കുന്നത് പോലെ കണ്ണുകൾ തുറന്നു. ആ നിമിഷം ചേർന്ന് കിടന്ന് എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഞാൻ പെട്ടെന്ന് റാമിനോട് ചോദിച്ചു, റാം, നമുക്ക് പോകണ്ടേ? ഞാനത് പറയുന്ന സമയത്ത് റാം അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞു കിടന്ന റാം എന്നെയും ചേർത്ത് പിടിച്ച് വീണ്ടും തിരിഞ്ഞു കിടന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം എഴുന്നേക്കാൻ നല്ല മടിയാണല്ലേ കുട്ടന് എന്ന് ഞാൻ റാമിന്റെ ചെവിയിൽ ചോദിച്ചു. ഞാൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കുന്ന സമയത്തും റാം എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. നേരം പുലർന്നു. ഇപ്പോൾ ഏകദേശം 7 മണിയോളമായി. ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചെറിയ വെട്ടം ഏർമാടത്തിനുള്ളിലേക്ക് ചെറുതായി അടിക്കുന്നുണ്ട്.
ഉദയസൂര്യന്റെ നിറമേകി നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ധാന്യവിളകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അത് കാണുവാൻ വേണ്ടി ഞാൻ പതുക്കെ പതുക്കെ റാമിന്റെ കൈകൾക്കിടയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയതിന്റെ ബാക്കി ചായപ്പൊടി വെച്ച് ചെറിയ 2 കട്ടനുണ്ടാക്കി. അതിൽ ഒരു ഗ്ലാസ് മാത്രം റാമിന് വേണ്ടി മാറ്റിവെച്ചു. ശേഷം അടുത്ത ഗ്ലാസ് കട്ടനുമെടുത്ത് ഞാൻ പതുക്കെ പതുക്കെ ഏർമാടത്തിന്റെ മുൻവശത്തേക്ക് പോയി. അവിടെ നിന്ന് കട്ടനും കുടിച്ച് പുറത്ത് തിളങ്ങി നിൽക്കുന്ന ധാന്യവിളകളെ ഒരു നിമിഷം നോക്കി നിന്ന് തിരികെ വന്ന് റാമിനെ കുത്തി കുത്തി എഴുന്നേൽപ്പിച്ചു. ശേഷം രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ആ കട്ടൻ മുഴുവൻ കുടിച്ചു. ഇന്നലത്തെ മഴയിൽ നിറഞ്ഞ വെള്ളമെല്ലാം വയലിൽ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഏർമാടത്തു നിന്നും റോഡിലേക്കൊരു ചെറിയ വരമ്പ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടി വേണം രണ്ടുപേർക്കും അപ്പുറത്തെത്താൻ. ഞങ്ങൾ റോഡിലേക്ക് നടക്കുന്ന സമയത്ത് ഇന്നലെ പണി കഴിഞ്ഞു പോയ ജോലിക്കാരെല്ലാം തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ അവർ പാടത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും എന്ന പോലെ യാത്ര പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് പോകുമ്പോൾ വയലിൽ കുഞ്ഞു മീനിനെ കൊത്തിയെടുക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന കൊക്കിനെയും നീർക്കാക്കയും ഒന്ന് ആട്ടിപ്പായിച്ചു. ഒരു ദിവസത്തെ പുലർച്ചയിൽ പ്രകൃതി നമുക്കായി മാറ്റിവെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറെയും ഇതുപോലുള്ള ചില കാഴ്ചകളാണ്. ചില കാഴ്ചകൾ അത് ജീവിതത്തിൽ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പിന്നീട് ഒരിക്കലും അത് കിട്ടിയെന്ന് വരില്ല. ഞാൻ ഇന്നത്തെ ദിവസം റാമിനൊപ്പം ബൈക്കിൽ കയറുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നതുപോലെ ആയിരുന്നില്ല. പിൻസീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ റാമിനൊപ്പം ഒരല്പം കൂടി നീങ്ങിയിരുന്നു. മുന്നിലിരിക്കുന്ന റാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ലോകം കണ്ടു. ആ നിമിഷം ഒരു സ്വപ്നം പോലെ അത് യാഥാർത്ഥ്യമായപ്പോൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു ആ ഒരു അനുഭവം. കുറെ ദൂരം യാത്ര ചെയ്ത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീടിന് മുന്നിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മുഖം. ആ മുഖം കാണുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഓടിച്ചെന്നൊന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം എനിക്കൊന്നും കഴിയുന്നില്ലായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഞാൻ ആ മുഖം നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ഞാനൊന്ന് ഉറക്കെ വിളിച്ചു, "അമ്മ." അപ്പോൾ തന്നെ അമ്മ ഓടി വന്നെന്നെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം എനിക്കൊന്നും ചോദിക്കാൻ കഴിയുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അവിടേക്ക് വന്ന് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ അപ്പോഴും അലമുറയിട്ട് കരയുകയായിരുന്നു. ഒടുവിൽ എല്ലാവരും കൂടി ചേർന്ന് എന്നെയും അമ്മയും കൂടെ അകത്തേക്ക് കൊണ്ടുപോയി. ആ നിമിഷവും വീടിനുള്ള സോഫയിലിരുന്ന് ഞാൻ അമ്മയുടെ മടിയിൽ കിടന്ന് കരയുകയായിരുന്നു. പെട്ടെന്ന് റാമിൻ്റെ അമ്മ വന്ന് എന്നോട് പറഞ്ഞു, "എടോ, താനിങ്ങനെ കരയുകയൊന്നും വേണ്ട. തൻ്റെ അമ്മ ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ ഇനി അമ്മയ്ക്കൊരു മടക്കയാത്രയുള്ളൂ." ആ കാര്യം പറയുന്ന സമയത്ത് അത് മറ്റൊന്നും ആയിരുന്നില്ല. ഏതോ ഒരു നിമിഷത്തിൽ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചത്. എന്നാൽ ഇനി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും അങ്ങനെയായിരുന്നില്ല. തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ വെച്ച് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി ഒരു വിവാഹം. അതായിരുന്നു റാമിനും എനിക്കും അവർ മാറ്റിവെച്ചൊരു സമ്മാനം. പിന്നീടുള്ള ഓരോ സമയങ്ങളിലും ഞാൻ കാണുന്നത് പണ്ടെപ്പോഴോ ഞാൻ കണ്ടു മറന്ന പോലെ ഒരു കല്യാണം. കൂട്ടുകുടുംബത്തിലെ എല്ലാവരും ചേർന്ന് കൂടെ എൻ്റെ അമ്മയും ഒരുമിച്ച് ചേർന്ന് ഓടി നടക്കുന്ന ഒരു വിവാഹം. അതായിരുന്നു എൻ്റെയും റാമിൻ്റെയും പുനർവിവാഹം. ആ ഒരു ദിവസം എല്ലാ ആഘോഷങ്ങളോടും കൂടി നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചേർന്ന് ഗംഭീരമാക്കിയ ഒരു വിവാഹം. അതായിരുന്നു ഞാനന്ന് കണ്ടത്. അന്നു മുതൽ ഞാനും റാമും അതിരുകളില്ലാത്ത ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. വീണ് കിട്ടിയ ഒരു ജീവിതം ഞങ്ങൾ കൂടുതൽ ആനന്ദമാക്കി. ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ സ്റ്റോറീസ് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.